അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഇടമുത്തുകളെ സത്തുകളെ കരളുകളെ കുളികളെ പഞ്ചായത്ത് കുഞ്ചുകളെ നമ്മളെ ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ. സെൽ ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു അവസാനത്തെ ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്, അഥവാ കോശ വിഭജനം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോ കോശങ്ങളും ഇങ്ങനെ വിഭജിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി വളരുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ബോഡിയിൽ ഉള്ള കോശങ്ങളുടെ എണ്ണമാണോ ഇപ്പൊ നമ്മളെ ബോഡിയിൽ ഉള്ളത്? അല്ല. അന്ന് നമ്മുടെ ബോഡിയിൽ കുറച്ചൊക്കെ എമൗണ്ട് ഓഫ് കോശങ്ങൾ ഉണ്ടാവും, കുറച്ചൊക്കെ എമൗണ്ട് ഓഫ് സെൽസ് ഉണ്ടാവും. അതിനേക്കാൾ എമൗണ്ട് ഓഫ് സെൽസ് ഇപ്പോൾ നമ്മുടെ ബോഡിയിലുണ്ട്, ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലുണ്ട്. അങ്ങനെ സെൽസുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതോറും നമ്മൾ എന്ത് ചെയ്യുന്നു, വളരുന്നു. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ സെൽ ഡിവിഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്. എത്ര ടൈപ്പ് സെൽ ഡിവിഷൻ? രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ. ദർ ആർ 2 types ഓഫ് സെൽ ഡിവിഷൻ ഇൻ ലിവിംഗ് ബീങ്സ്. ജീവികളിൽ രണ്ടു രീതിയിലുള്ള കോശ വിഭജനം നടക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ രണ്ട് രീതിയിലുള്ള കോശ വിഭജനം എന്നറിയണ്ടേ? ദാ പിടിച്ചോളൂ സുഹൃത്തുക്കളെ. ഒന്ന് മൈറ്റോസിസ്. എന്താണ് പേര്? മൈറ്റോസിസ്. അതിന്റെ മലയാളം ക്രമഭംഗം. എന്ത് ഭംഗം? ക്രമഭംഗം. രണ്ടാമത്തേത് മിയോസിസ്. അതിന്റെ മലയാളം ഊനഭംഗം. അപ്പൊ ക്രമഭംഗം, ഊനഭംഗം, മൈറ്റോസിസ്, മിയോസിസ്. ഇനി ഇതിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ എന്തിനു സഹായിക്കുന്നു, മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ എന്തിനു സഹായിക്കുന്നു? പഠിച്ചു വെക്കണം. ഓക്കെ, മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ എന്തിനാണ് സഹായിക്കുന്നത് ചോദിച്ചാൽ, ഹെൽപ്സ് ഇൻ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. നമ്മളിങ്ങനെ വളരുന്നുണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിലുള്ള അതേ വലുപ്പമാണോ ഇപ്പോൾ? അല്ല, നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സഹായിക്കുന്ന ഡിവിഷനാണ് ഇത് മൈറ്റോസിസ്. ഓക്കെ, വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജനമാണ് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം. എന്നാൽ മിയോസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ് ഇത് മിയോസിസ് എന്ന് വെച്ചാൽ. ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. റീപ്രൊഡക്ഷൻ ആവശ്യമായുള്ള ഗാമേറ്റ്സുകൾ ഉണ്ടല്ലോ, അതായത് സ്പേമും ഓവും തമ്മിൽ കണ്ടുമുട്ടി കൂടിച്ചേർന്നിട്ടാണ് സൈഗോട്ടൊക്കെ ഉണ്ടാവുക. അതാണ് പിന്നീട് കുട്ടിയായിട്ട് മാറാന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ആ സ്പേമും ഓവും ഉണ്ടാവാനുള്ള, ആ ഗാമേറ്റ്സ് ഉണ്ടാവാനുള്ള, ആ ബീജകോശങ്ങൾ ഉണ്ടാവാൻ ആവശ്യമായുള്ള ഒരു സെൽ ഡിവിഷൻ ഉണ്ട്. അതാണ് എന്ത്? ഊനഭംഗം അഥവാ മിയോസിസ്. ഓക്കെ, അപ്പൊ മിയോസിസ് റീപ്രൊഡക്ഷന് അല്ലെങ്കിൽ ഊനഭംഗത്തിന് അല്ലെങ്കിൽ ബീജകോശങ്ങളുടെ രൂപീകരണത്തിന്, ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്നു. അതേസമയം മൈറ്റോസ് എന്ത് ചെയ്യുന്നു? ഗ്രോത്തിന് സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈറ്റോസിസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണ് മൈറ്റോസിസ്? നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മൈറ്റോസ് എന്ന് പറഞ്ഞാൽ എന്തിന് സഹായിക്കുന്നു? ഗ്രോത്തിന് സഹായിക്കുന്നു, വളർച്ചയെ സഹായിക്കുന്ന ഒരു കോശ വിഭജനമാണ് ഇത് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം. ഈ മൈറ്റോസിസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഈ ക്രമഭംഗം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പരിപാടിയിൽ സെല്ല് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാരിയോകൈനസിസ്. എന്ത് കൈനസിസ്? കാരിയോകൈനസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സൈറ്റോകൈനസിസ്. എന്ത് കൈനസിസ്? സൈറ്റോകൈനസിസ്. കാരിയോ മീൻസ് മർമ്മം, ന്യൂക്ലിയസ് എന്നാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും മർമ്മ വിഭജനം. സൈറ്റോ മീൻസ് സെല്ല് എന്നാണ്. സോ അതിനെ നമ്മൾ വിളിക്കും കോശദ്രവ്യ വിഭജനം. അപ്പോൾ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും അഥവാ മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആയി എന്ന് പറയാം? മൈറ്റോസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സെല്ലിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടാവും? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. എന്നാൽ ഈ സെല്ല് എന്താവണം? 2 സെല്ലായിട്ട് വരണം. 2 സെല്ലായിട്ട് വരുമ്പോൾ 2 സെല്ലിന്റെ ഉള്ളിലും ഓരോ എന്ത് വേണം? ന്യൂക്ലിയസ് വേണം. പക്ഷേ നോക്കൂ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ ഒരു സെല്ല്, ഒരു ന്യൂക്ലിയസ്. ഇതിന് എത്ര ആവണം? 2 സെല്ല് ആവും വേണം. ആ 2 സെല്ലിന്റെ ഉള്ളിൽ എന്ത് വേണം? ന്യൂക്ലിയസ് വേണം. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്ത് നിലവിൽ എത്ര ന്യൂക്ലിയസ് ഉള്ളത്? ഒരു ന്യൂക്ലിയസ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഇത് എത്ര ന്യൂക്ലിയസ് ആയി മാറണം? 2 ന്യൂക്ലിയസ് ആയി മാറണം. അപ്പൊ ഈ ഇവിടെ ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അത് സ്പ്ലിറ്റ് ആവണം. അത് സ്പ്ലിറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയസ് ആവണം? 2 ന്യൂക്ലിയസ് ആവണം. അത് മാത്രമായാൽ മതിയോ? പോരാ. എന്നിട്ട് ആ കോശം എന്ത് ചെയ്യണം? വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് 2 കോശങ്ങളാവണം. എന്നിട്ട് ആ 2 ന്യൂക്ലിയസിൽ ഒരു ന്യൂക്ലിയസ് ഒരു സ്ഥലത്തും മറ്റേ ന്യൂക്ലിയസ് വേറൊരു സ്ഥലത്തും വരണം. ഇതാണ് സെറ്റപ്പ്. ഇതെങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ ഒന്നാമത്തേത് കാരിയോകൈനസിസ് അഥവാ മർമ്മ വിഭജനം. അപ്പൊ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും മർമ്മ വിഭജനവും കോശദ്രവ്യ വിഭജനവും കംപ്ലീറ്റ് ആവുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുക? മൈറ്റോസിസ് കംപ്ലീറ്റ് ആവുക. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കാരിയോകൈനസിസ് മർമ്മ വിഭജനത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ ജസ്റ്റ് മർമ്മം എന്താണെന്നുള്ളത് പഠിക്കണം. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് ഒരു മർമ്മം. ഈ മർമ്മത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മർമ്മത്തിന്റെ ഉള്ളിൽ ആ മർമ്മത്തിനെ കൺട്രോൾ ചെയ്യാൻ, ആ ന്യൂക്ലിയസിനെ കൺട്രോൾ ചെയ്യാൻ വേറൊരു സെന്റർ ഉണ്ട്. അവന്റെ പേരാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നെറ്റ്വർക്ക് പോലെ കുറെ ചുറ്റിപ്പിണഞ്ഞ് കെട്ടിപ്പിണഞ്ഞ് ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിൻ റെറ്റിക്കുല അഥവാ ക്രോമാറ്റിൻ ജാലികകൾ. പിന്നെ അതിന് ചുറ്റൊരു കവറിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം. ഓക്കെ അല്ലേ?
ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുക, മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 46 അത് ജസ്റ്റ് ചുമ്മാ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് മർമ്മ വിഭജനത്തെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് മർമ്മത്തെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. മർമ്മത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വേറൊരു കൺട്രോൾ സെന്റർ ഉണ്ട്, അതാണ് മർമ്മകം അഥവാ ന്യൂക്ലിയോലസ്. അതിൻ്റെ ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്ഥലം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് എന്ത്, ക്രോമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രോമാറ്റിൻ ജാലികകൾ. ഓക്കെ, ഇനി നമുക്ക് കാരിയോകൈനസിന്റെ സ്റ്റെപ്പുകൾ പഠിക്കാം. മർമ്മ വിഭജനത്തിന്റെ സ്റ്റെപ്പുകൾ. മർമ്മ വിഭജനത്തിന് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ്. ഒന്ന് പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4 ടിലോഫേസ്. പ്രോ മെറ്റ അന ടിലോ, പ്രോ മെറ്റ അന ടിലോ, പ്രോ മെറ്റ അന ടിലോ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. പി മാറ്റ് എന്ന് ഓർത്ത് വെക്കുക. എന്ത് മാറ്റ്? പി മാറ്റ്. അതെന്താ പി മാറ്റ് സാർ? പി പ്രോഫേസ്, എം മെറ്റാഫേസ്, എ അനാഫേസ്, ടി ടിലോഫേസ്. അപ്പൊ പി മാറ്റ് എന്ന് ആലോചിച്ചാൽ കിട്ടും പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഓരോന്ന് എന്താന്ന് പറഞ്ഞുതരാം. പ്രോഫേസ്, നമ്മളെ പരിപാടി എന്താണ്? ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്യുക. ന്യൂക്ലിയസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, അത് എത്ര ആവണം? 2 ആവണം. എന്നിട്ട് ആ കോശം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ന്യൂക്ലിയസ് ഉള്ള 2 കോശങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ്, ഒരു സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് എത്ര ആവണം? 2 ആവണം. ഓക്കെ, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4 ടിലോഫേസ്. നോക്കാം സുഹൃത്തുക്കളെ. ആദ്യം പ്രോഫേസിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇതാണ് ഒരു ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇഷ്ടംപോലെ എന്തുണ്ട്? നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്, അഥവാ ക്രോമാറ്റിൻ റെറ്റിക്കുലം, ക്രോമാറ്റിൻ ജാലികയുണ്ട്. ഇതാ ഈ നെറ്റ്വർക്ക് സ്ട്രക്ചർ, ഈ നെറ്റ്വർക്ക് സ്ട്രക്ചർ അതാണ് ക്രോമാറ്റിൻ റെറ്റിക്കുല അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലിക. ആ ക്രോമാറ്റിൻ റെറ്റിക്കുല അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലിക ഉണ്ടല്ലോ, അവരെല്ലാവരും കണ്ടൻസ് ചെയ്യും, അവരെല്ലാവരും കൂടിച്ചേരും. എന്നിട്ട് എന്തായി മാറും? ക്രോമസോമുകളായി മാറും. ചേഞ്ചസ് ഇൻ ടു ക്രോമസോം. ദാ ഈ ഒരു ഷേപ്പിലേക്ക് മാറും. ഇവിടെ ആകെ ഇങ്ങനെ അലങ്കോലമായിട്ട് എല്ലായിടത്തും ചുറ്റിപ്പടഞ്ഞ് നെറ്റ്വർക്ക് പോലെ ആകെ ചുള്ളിക്കമ്പുകൾ നിരത്തി വെച്ച പോലെ കാണപ്പെട്ടിരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അവരെല്ലാവരും കണ്ടൻസ് ചെയ്ത് നോക്കൂ സുഹൃത്തുക്കളെ, ഇതാ ഇതേപോലെ ഒരു ക്രോമസോം ആയിട്ട് മാറും. എന്തായി മാറും? ക്രോമസോം ആയിട്ട് മാറും. ആ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ക്രോമസോം. നമ്മൾ ടൈ ഒക്കെ കിട്ടുമല്ലോ, ഏകദേശം അതേ ഷേപ്പിലുള്ളതാണ് ക്രോമസോം. ഞാനിതിനെ ചിലപ്പോൾ എന്താ വിളിക്കാറിയോ? തുമ്പി എന്നാ വിളിക്കുക. തുമ്പിന്റെ പോലെ ചെയ്യാം. നോക്കൂ സുഹൃത്തുക്കളെ, തുമ്പി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവന്റെ പേരെന്താണ്? ക്രോമസോം. ഈ തുമ്പി ഒന്നും പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്, വില കളയരുത്. ക്രോമസോം. ഓക്കെ, അപ്പൊ ക്രോമാറ്റിൻ റെറ്റിക്കുലകളെല്ലാം കൂടി ചേർന്നിട്ട് എന്തായി മാറും? ക്രോമസോമുകളായിട്ട് മാറും. ഇതാണ് പ്രോഫേസിൽ നടക്കുന്നത്. ഇനി മെറ്റാഫേസിൽ എന്താ നടക്കാന്ന് ചോദിച്ചാൽ ഈ ഉണ്ടായിട്ടുള്ള ഈ ക്രോമസോമുകൾ ഉണ്ടല്ലോ, അവരെല്ലാവരും കറക്റ്റ് മിഡില്, കറക്റ്റ് സെൻട്രൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇതാ ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് മിഡില്, ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെല്ല്, കറക്റ്റ് സെൻട്രൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. സെൻട്രൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇവരെല്ലാവരും അവിടെ ഇവിടെയും തോന്നിയ പോലെ ഇങ്ങനെ പാറി നടക്കേക്കാരം. എന്നിട്ട് അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? കറക്റ്റ് സെൻട്രൽ എന്ത് ചെയ്യുന്നു? കറക്റ്റ് പക്കായിട്ട് അറേഞ്ച് ചെയ്യും. അതാണ് രണ്ടാമത്തെ ഫേസിൽ നടക്കുന്നത്, മെറ്റാ ഫേസിൽ. ഓക്കെ, മെറ്റയിൽ എം ഉണ്ട്, മിഡിലും എം ഉണ്ട്. അപ്പൊ ഇത് എവിടെ അറേഞ്ച് ചെയ്യപ്പെടും? മിഡിൽ അറേഞ്ച് ചെയ്യപ്പെടും. ഇതാണ് രണ്ടാമത്തെ ഫേസിൽ. ഇനി മൂന്നാമത്തെ ഫേസ് അഥവാ അനാഫേസ്. അനാഫേസിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇപ്പൊ നേരത്തെ ഇവരെല്ലാവരും എവിടെയാണ് അറേഞ്ച് ചെയ്തത്? ഇതാ കറക്റ്റ് സെൻട്രൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, ആ സെൻട്രൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്രോമസോമിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടേക്ക് 2 ഉണ്ട്, ഇവിടേക്ക് 2 ഉണ്ട്, രണ്ട് ഇതളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. പോട്ടെ, ഇതാ ഇവിടേക്ക് 2 ഇതളുകൾ, ഇങ്ങോട്ട് 2 ഇതളുകൾ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ഇവരിപ്പോ എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മിഡിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മെറ്റാഫേസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അനാഫേസ്. അനാഫേസിൽ എന്താ ഉണ്ടാവാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇവിടെ മുറിയും, ഇതിന്റെ സെൻട്രൽ മുറിയും. എന്നിട്ട് ഈ 2 സാധനങ്ങൾ ഉണ്ടല്ലോ, അത് ഒരു ഭാഗത്തോട്ടും പോകും, ഈ 2 സാധനങ്ങൾ മറ്റേ ഭാഗത്തോട്ടും പോകും. അതാ നോക്കൂ സുഹൃത്തുക്കളെ, ഇത് കറക്റ്റ് മുറിഞ്ഞിട്ട് 2 സാധനങ്ങൾ ഇതാ ഇങ്ങോട്ടും, 2 സാധനങ്ങൾ ഇങ്ങോട്ടും പോകും. എന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റിലേക്ക് പോകുന്ന ദ ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. ആ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യും ആൻഡ് മൂവ് ടുവേർഡ്സ് ദ 2 പോൾസ് ഓഫ് ദ സെൽസ് ആസ് ഡോട്ടർ ക്രോമസോം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 പോളുകളിലേക്ക് പോകുന്നു. ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് പുത്രികാ ക്രോമസോമുകളായിട്ട് കോശത്തിന്റെ 2 ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു. ഇവരെല്ലാവരും കറക്റ്റ് മിഡിലായിരുന്നു. എന്നിട്ട് അവിടുന്ന് വേർപിരിഞ്ഞു, അവര് തെറ്റിപ്പിരിഞ്ഞു, അവര് ഡിവോഴ്സ് ആയി. എന്നിട്ട് ഒരാൾ ഇങ്ങോട്ടും പോയി, ഒരാൾ ഇങ്ങോട്ടും പോയി. രണ്ടാളും 2 പോൾസിലേക്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും? ഈ പോളിലേക്കും ഒരാൾ ഈ പോളിലേക്കും പോകും. എന്നിട്ട് ഈ പോളിലേക്ക് പോയ ആൾ എന്ത് ചെയ്യും? അവിടെ ഒന്നും കൂടി കൂടിച്ചേർന്നിട്ട് അവിടെ ഒരു ന്യൂക്ലിയസ് ആയി മാറും. ഈ പോളിലേക്ക് പോയ ചങ്ങായി അവിടെ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വേറൊരു ന്യൂക്ലിയസ് ആയി മാറും. എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ഉള്ളിൽ അപ്പൊ എത്ര ന്യൂക്ലിയസ് ആയി കിട്ടി? 2 ന്യൂക്ലിയസ് ആയിട്ട് കിട്ടി. ഇതന്നെയല്ലേ നമ്മളെ ലക്ഷ്യം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്, ടീലോഫേസ്. ദാ ക്രോമസോംസ് ചേഞ്ചസ് ഇൻ ടു ക്രോമാറ്റിൻ നെറ്റ്വർക്ക്. അതായത് ഇവിടെയുള്ള ഈ ക്രോമസോം ഉണ്ടല്ലോ, അതാ ഇങ്ങോട്ടൊരുത്തം പോയി, ഇങ്ങോട്ടൊരുത്തം പോയി. എന്നിട്ട് ഇങ്ങോട്ട് പോയുള്ള ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എങ്ങനെ കൂടിച്ചേർന്നിട്ട് ഇവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ക്രോമാറ്റിൻ റെറ്റിക്കുലമായി മാറും. ഇങ്ങോട്ട് പോയ ചങ്ങായി ഇവിടെ ഒരു ക്രോമാറ്റിൻ റെറ്റിക്കുലമായി മാറും. ദാ ക്രോമസോംസ് ചേഞ്ചസ് ഇൻ ടു ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ആൻഡ് ഡോട്ടർ ന്യൂക്ലിയർ ആർ ഫോംഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ന്യൂക്ലിയയും
ഇവിടെ ന്യൂക്ലിയം ഫോം ചെയ്യും. ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികളായി മാറിയിട്ട് പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇതാ പുത്രിക മർമ്മങ്ങൾ, ക്രോമസോം അല്ല പുത്രിക മർമ്മങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആദ്യം എന്താ ഉണ്ടായിന്ന് ചോദിച്ചാല്, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെയുള്ള ക്രോമാറ്റിൻ റെറ്റിക്കുലങ്ങൾ എന്ത് ചെയ്തു, ക്രോമാറ്റിൻ റെറ്റിക്കുലങ്ങൾ ക്രോമസോമായി മാറി. പിന്നെ അവർ കറക്റ്റ് മിഡിൽ അറേഞ്ച് ചെയ്തു. മിഡിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം രണ്ടും തെറ്റിപ്പിരിഞ്ഞു പോയി. എന്നിട്ട് ഒരാൾ ഒരു പോളിലേക്കും മറ്റാൾ ഈ പോളിലേക്കും പോയി. എന്നിട്ട് ഈ പോളിലേക്ക് പോയ ക്രോമസോം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ത് ചെയ്തു, ഉണ്ടാക്കി. മറ്റേ പോളിലേക്ക് പോയ ചങ്ങായി അവിടെ ഒരു ക്രോമാറ്റിൻ റെറ്റിക്കുലം ഉണ്ടായി. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ടർ ന്യൂക്ലിയും ഇവിടെ ഒരു ഡോട്ടർ ന്യൂക്ലിയും ഫോം ചെയ്തു. അങ്ങനെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയായി ആയി, 2 ന്യൂക്ലിയായി. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, ഇതൊരു ദുരന്തം വള്ളി ടോപ്പിക്കാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചു വെക്കുക. മാത്രമല്ല ഇത് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും വേണം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പഠിക്കട്ടെ, ഇന്ത്യ പഠിക്കട്ടെ, കേരളം പഠിക്കട്ടെ, ലോകം പഠിക്കട്ടെ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ എത്ര ന്യൂക്ലിയസ് കിട്ടി, 2 ന്യൂക്ലിയസ് കിട്ടി. ഇനി ഈ സെല്ല് എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഈ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു കോശവും ഇത് വേറൊരു കോശമായി മാറും. ഇത് വേറൊരു സെല്ലും ഇത് വേറൊരു സെല്ലായി മാറും. ഈ സെല്ലിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ഈ സെല്ലിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, സൈറ്റോകൈനസിസ്. അതിൻ്റെ എന്ത് ചെയ്യുന്നു, കോശദ്രവ്യം എന്ത് ചെയ്യുന്നു, കറക്റ്റ് വിഭജിക്കുന്നു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ്, ഇത് ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ എന്തോ വലിയ ആനമുട്ട സംഭവമാണെന്നൊക്കെ തോന്നും, പക്ഷേ സാധനം എന്താണ്, സിമ്പിൾ പരിപാടികളാണ്. ഓക്കെ, അപ്പം എൻ്റെ മുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുളികളെ പഞ്ചായത്ത് കുഞ്ചുകളെ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഈ വർഷത്തെ പബ്ലിക് എക്സാം നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയാക്കും. ഓക്കെ, ഗുഡ് ബൈ.